ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചക്കപ്പഴം കൊണ്ട് ഒരു പുട്ടുണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചക്കപ്പഴം എല്ലാം ക്ലീൻ ചെയ്ത് മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ 2 ഏലക്കയും കൂടി ഇട്ട് അത് നമുക്ക് മിക്സിയുടെ ജാറിൽ കൊണ്ടുപോയി അരച്ച് കൊണ്ടുവരാം പേസ്റ്റ് രൂപത്തിൽ. പിന്നെ ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള അരിപ്പൊടി കൂടി എടുത്തു. അതിനകത്ത് ഇച്ചിരി ഉപ്പും പഞ്ചസാരയും കൂടി ഇട്ടൊന്ന് ഇളക്കി. അപ്പം മിക്സിയുടെ ജാറിൽ അരച്ച് കൊണ്ടുവന്ന പേസ്റ്റ് നമ്മൾ ഈ അരിപ്പൊടിയിലേക്ക് ഒഴിച്ച് അത് മാവിൻ്റെ എല്ലാ വശത്തും ആവുന്ന രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് പുട്ടുപൊടിയുടെ രൂപത്തിൽ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു ഇഡ്ഡലി പാത്രത്തിലോട്ട് വെച്ച് ആവി കയറ്റാൻ വേണ്ടിയിട്ടേ ഒരു ഇലയും വെച്ചു. അതിനകത്തോട്ട് ഞാൻ ഈ പുട്ടുപൊടിയും കൂടെ ഇട്ട് കൊടുത്തു. അതിനകത്ത് കുറച്ച് തേങ്ങ കൂടി ഇട്ട് കൊടുത്ത്. ഇത് എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ പുട്ട് കുടത്തിൽ വെച്ച് നമുക്ക് ആവി കയറ്റിയെടുക്കാം. പക്ഷേ അതിന് രാവിലെ ഇവിടെ എല്ലാവർക്കും പോകാനുള്ള ധൃതി. അതുകൊണ്ട് ഞാൻ എളുപ്പമാവാൻ വേണ്ടി ഇഡ്ഡലിക്കൂട്ടത്തിൽ വെച്ചാണ് ആവി കയറ്റിയെടുത്തത്. അപ്പം ദാണ്ടെ നമ്മുടെ പുട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി ചക്കപ്പഴവും കൂടെ അരിഞ്ഞിട്ടായിരുന്നു ആവി കയറ്റാൻ. അതും കൂടെ ഇട്ട് ആവി കയറ്റി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പുട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം. ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഒരു പുട്ടാണ് ചക്കപ്പഴ പുട്ട്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഓക്കെ, ബൈ.